നടയടച്ച സമയത്തെ ശബരിമലയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. യൂട്യൂബർക്കെതിരെ കേസ്. ശബരിമല നട അടച്ചിരിക്കുന്ന സമയത്തെ വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് പമ്പ പോലീസ്. സംഭവത്തിൽ അന്വേഷണം നടത്തും. കേസെടുത്തതിന് പിന്നാലെ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കി. ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ പമ്പ പോലീസിനോടും വനംവകുപ്പിനോടും റിപ്പോർട്ട് തേടുകയായിരുന്നു. തുടർന്നാണ് പമ്പ പോലീസ് കേസെടുത്തത്. ശബരിമലയിൽ നിന്നുള്ള വീഡിയോകൾ പതിവായി എടുക്കാറുള്ള യൂട്യൂബറാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 68 വയസ്സായിരുന്നു. 2025 ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന് ഒരു കാർ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളിലും പൊതുജന പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്നു. ഉപഭോക്തൃ നിയമത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് അറിവ് നൽകുന്നതിലും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ശ്രദ്ധേയനായ വ്യക്തിയാണ്. എറണാകുളം അയ്യപ്പൻകാവിൽ പിതൃ സഹോദരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവ്. കുടുംബതർക്കമാണ് കാരണമെന്നാണ് സൂചന. സംഭവത്തിൽ 32 വയസ്സുകാരനായ അഭിജിത്ത് പിടിയിലായി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. പെൺസുഹൃത്തുമായുള്ള വിവാഹത്തെ വലിയച്ഛൻ എതിർത്തതാണ് യുവാവിനെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. വലിയച്ഛൻ സ്കൂട്ടറിൽ പോകുമ്പോൾ പട്ടാപ്പകൽ അത്യാവശ്യം തിരക്കുള്ള റോഡിൽ വെച്ച് അഭിജിത്ത് അദ്ദേഹത്തെ കാർ കൊണ്ടുവന്ന് പിന്നിലിടിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റ മരണം. കൊല്ലം സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. പാമ്പ് കടിയേറ്റ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 24-നാണ് കൊല്ലത്തെ വീടിനുള്ളിൽ വെച്ച് രാജേന്ദ്രന് പാമ്പ് കടിയേറ്റത്. അണലിയാണ് കടിച്ചത്. ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. കോഴിക്കോട് കള്ളൻ കിണറ്റിൽ വീണ നിലയിൽ. പാതിരാത്രിയിൽ വീട്ടിൽ മോഷണം നടത്താനെത്തിയ കള്ളനാണ് കിണറ്റിൽ വീണത്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. വെള്ളിയാഴ്ച രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് കിണറ്റിൽ കള്ളനെ കണ്ടെത്തിയത്. വീട്ടിലെ കുളിമുറി വഴി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ കള്ളൻ പിടിവിട്ട് കിണറ്റിൽ വീഴുകയായിരുന്നു. ഒടുവിൽ കൊയിലാണ്ടി ഫയർഫോഴ്സും പോലീസും എത്തി കള്ളനെ പുറത്തെത്തിച്ചു. കള്ളൻ വെള്ളത്തിൽ നീന്തി തലപൊക്കി കിടക്കുകയായിരുന്നുവെന്ന് ഗൃഹനാഥ് പറഞ്ഞു. കള്ളനെ കണ്ട ഇവർ വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇയാൾക്ക് വീഴ്ചയിൽ ഗുരുതര പരിക്കില്ല എന്നാണ് വിവരം. സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു.